ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമാണോ? എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും? ഇന്നത്തെ ദിവസമാണെങ്കിൽ പെസഹയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും പെസഹ ആശംസകളാണ്. അപ്പം ഞാൻ പള്ളിയിൽ പോവാണ്. ഞാൻ ഈ പെസഹ ശുശ്രൂഷ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പള്ളിയിലുള്ള പ്രോഗ്രാംസോ അവിടുത്തെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കൂടിയിട്ടുമില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ കൂടാൻ പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് രണ്ട് മനസ്സുണ്ട്, ഇപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എനിക്ക് ഓർമ്മ കിട്ടിയ ദിവസം തൊട്ട് ഇപ്പം വരയ്ക്കും ഞാൻ ഈ ശുശ്രൂഷകളോ ഒന്നും ഞാൻ കാണാത്ത ഒരാളാണ്. കാണാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ തോന്നിയിട്ടുമില്ല. പക്ഷെ ഇന്ന് രണ്ട് മനസ്സായിട്ടുണ്ട് എനിക്ക്. പക്ഷേ പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ, പറ്റുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഈ വീഡിയോ വരത്തില്ലായിരിക്കും. ഓക്കെ, എന്നാൽ ശരി. അപ്പം ഇന്ന് മലയാളമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾ മിസ് ചെയ്യാതെ, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. ഓക്കെ, ഹലോ ഗായ്സ്. അങ്ങനെ ഹായ്. ഓക്കെ, അപ്പം ഞങ്ങളാണെങ്കിൽ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാവേ. ഓക്കെ, മേലിൽ ചെന്നിട്ടാണ് വണ്ടി ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജീപ്പിലാണ് കയറി പോകുന്നത്. അപ്പോൾ ജീപ്പ് അവിടെ മേലിൽ ചെന്നിട്ട് നമുക്ക് കയറാം. போட்டு விட்டா போங்க. യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള അവന്റെ മണിക്കൂർ വന്നുവെന്ന് അറിഞ്ഞു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാചിയോധനായ യൂദാസ്കറിയോത്തിന്റെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. നമ്മളുടെ ജീവിതത്തിൽ
ഉണ്ടാകേണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. കടന്നുപോകല് ഈ 2025 നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്ത് പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്കിതൊക്കെ ഒത്തിരി ആശയമുള്ളത്. ആശയമുള്ളത് കൊണ്ടാണല്ലോ നിരാശയും ഉണ്ടാകുന്നത്.